വാ, മൈക്ക് കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? സൗണ്ട് കുറവാണോ? ഓക്കെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ വിശാലമായ ക്ലാസ് എടുക്കുന്നില്ല. ഒന്ന്, ഞാൻ പെട്ടെന്നൊന്ന് വന്നു പോകാൻ കാരണം ഇത് കുറച്ചു നേരമായിട്ട് എന്താ വിഷയമൊന്നും മനസ്സിലായിട്ടില്ല. അത് ക്ലിയർ ആണോ എന്ന് കൂടി ചെക്ക് ചെയ്യുക എന്ന ഉദ്ദേശവും കൂടി ഉണ്ടായിരുന്നു അടുത്ത ആഴ്ച വരാൻ വേണ്ടി. അതുപോലെ ഇപ്പൊ ക്ലാസ് തുടങ്ങിയ ഷൗക്കത്ത് ഉസ്താദ് സാധാരണ പിന്നെ ഈ സമയത്ത് ക്ലാസ് എടുക്കുന്ന ആളാ അല്ലേ? വേറെ ഏതൊരു കൺട്രിയിൽ നിന്ന് വരുന്ന അതെ ഉസ്താദ്. ഏതായാലും പോകണ്ട, ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഉസ്താദിനെ വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ടൈം വൈകിയത് കൊണ്ട് ഇനി കൂടുതലായിട്ട് പറയുന്നത് ശരിയില്ലല്ലോ. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച ഒരു വിഷയം ഉണ്ടായിരുന്നു, അത് വളരെ ചുരുക്കി പറഞ്ഞ് അവസാനിപ്പിക്കാം. കഴിഞ്ഞ പ്രാവശ്യം കൂടുതലായിട്ട് പറയാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ അങ്ങനെ ആവർത്തിച്ച് ക്ഷമിച്ചതുകൊണ്ട് മാത്രം വീണ്ടും വന്നതാണ്. ആയിക്കോട്ടെ, ഞാൻ ഒരു 10-15 മിനിറ്റ് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അത് ചുരുക്കി പറഞ്ഞ് അവസാനിപ്പിക്കാം. ശേഷം ആരെങ്കിലും വരണം. അപ്പോ നമ്മൾ ഒരുപാട് വിഷയങ്ങൾ ഈ ക്ലാസ് റൂമിൽ ഹെൽത്ത് വേദിയുടെ ഭാഗമായി ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പലപ്പോഴും വിഷയം സെലക്ട് ചെയ്യാൻ നിങ്ങളുടെ ചോദ്യങ്ങളും PM-കളും ഒക്കെ വരുമ്പോൾ അതിൽ നിന്നാണ് പലപ്പോഴും വിഷയം സെലക്ട് ചെയ്യാറുള്ളത്. 2-3 പ്രാവശ്യമായി പലപ്പോഴും ചോദിച്ചു വരുന്ന ഒരു ചോദ്യമുണ്ട്. അതിനെക്കുറിച്ച് മാത്രം ഒരു 10 മിനിറ്റ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. അതിനുശേഷം നമ്മൾ ഉസ്താദ് അല്ലെങ്കിൽ ആരെങ്കിലും വരണം എന്നുകൂടി ആമുഖമായി ഉണർത്തുകയാണ്. ബാഡ് ബ്രീത്തിനെ കുറിച്ചുള്ള ചോദ്യം പലപ്പോഴും വരാറുണ്ട്. വായ്നാറ്റം പിന്നെ ചില ആൾക്കാർക്ക് വായ്നാറ്റം ഉണ്ട് എന്ന് അവർ പറയുന്നുണ്ടാവും. പുറമുള്ള ആൾക്കാർക്ക് വായ്നാറ്റം അവർക്കുണ്ടോ ഇല്ലേ എന്ന് അറിയില്ല. അതേപോലെ ചില ആൾക്കാർക്ക് സ്വന്തം വിശ്വാസത്തിൽ വായ്നാറ്റം ഇല്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ടാവും. അതേസമയത്ത് മറ്റുള്ളവർക്ക് പ്രയാസം നേരിടുന്നു, രണ്ടും ഉണ്ടാവും. അപ്പോ ആദ്യമായിട്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം, വായ്നാറ്റം ഉണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ ഇത് നമ്മുടെ എല്ലാവരുടെയും ഒരു സാമൂഹികപരമായി ഇടപെടുമ്പോൾ അഭിമുഖീകരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ആണ് ഞാൻ ഒരു സീരിയസ് ആയി വിഷയം എടുത്തത്. അപ്പോ ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എനിക്ക് വായ്നാറ്റം ഉണ്ടോ ഇല്ലേ എന്നതൊരു ചോദ്യമാണ്. അപ്പോ ആദ്യമായി നമുക്ക് ഈ ബാഡ് ബ്രീത്തിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായി നമുക്ക് ഈ ബാഡ് ബ്രീത്ത് ഉണ്ടോ, വായ്നാറ്റമുണ്ടോ എന്നതൊന്ന് ഉൾക്കൊള്ളാൻ കഴിയണം. അതായത് ചില ആൾക്കാർക്ക് ഇങ്ങനെ ബാഡ് ബ്രീത്ത് ഉണ്ടാവില്ല, അവരുടെ ഒരു വസ്വാസായി അങ്ങനെ കൊണ്ടുനടക്കും. എനിക്ക് അങ്ങനെ പ്രയാസമുണ്ട്, മരുന്ന് വേണമെന്ന് പറഞ്ഞ് വരാറുണ്ട്. അവർക്ക് യഥാർത്ഥത്തിൽ ബാഡ് ബ്രീത്ത് ഉണ്ടാവില്ല, അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഏതായാലും ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒരു പ്രയോഗം എന്താണെന്ന് ചോദിച്ചാൽ, സ്വന്തം കയ്യിൽ ശക്തമായി ഊതിയിട്ട് ആ ഉച്ഛ്വാസത്തിന്റെ ഗന്ധം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വായ്നാറ്റമുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരു മെത്തേഡാണ്. പക്ഷെ അതിലും കറക്റ്റായി നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. പിന്നെ ചില മെഷീനുകളൊക്കെ ഉണ്ട്. നമുക്കറിയാം, നമ്മള് സിറ്റിയിലൂടെയൊക്കെ നേരം വൈകി രാത്രിയൊക്കെ സഞ്ചരിക്കുമ്പോൾ പോലീസുകാർ നമ്മളെ കൈകാട്ടി
അവർക്ക് ഡൗട്ട് ഉണ്ടെന്ന് തോന്നിയാൽ ഈ യാത്രക്കാരല്ല ഡ്രൈവേഴ്സ് മദ്യം കഴിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു മെഷീനിൽ ഊതാൻ പറയാറുണ്ട്. ആ മെഷീനിൽ ഊതുമ്പോൾ മദ്യം കഴിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന ആ ഗന്ധത്തിലൂടെ ആ മെഷീൻ പറയും. ഇതുപോലെ നമ്മുടെ നമ്മുടെ വായ്നാറ്റമുണ്ടോ ഇല്ലേ എന്ന് പറയുന്ന മെഷീനുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും ഇപ്പോൾ പെട്ടെന്ന് സാധിക്കില്ല. ഏതായാലും ഒരു ഐഡിയ നമ്മുടെ അടുത്ത കുടുംബാംഗങ്ങളോ സ്വന്തക്കാരോ അങ്ങനെയുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള പ്രയോഗം എന്നാണ് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. നമ്മുടെ അടുത്ത് ഇടപെടുന്ന നമ്മുടെ സ്വന്തക്കാരായ ആരെങ്കിലോടും ചോദിക്കാം, എനിക്ക് വൈനാറ്റമുണ്ടോ ഇല്ല എന്ന് ചോദിച്ച് മനസ്സിലാക്കി കൺഫേം ചെയ്യലാണ് ഏറ്റവും നല്ല മാർഗം. ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള മാർഗം അതാണ്. ഇനി ഞാൻ ഈ വിഷയം വളരെ ചുരുക്കി പറയുകയാണ്. പിന്നെ നമ്മുടെ ഈ വൈനാറ്റത്തിന്റെ കാരണങ്ങളെ കുറിച്ച്, എന്തൊക്കെയാണ് ബാഡ് ബ്രീത്തിന്റെ കാരണങ്ങൾ? ഒന്ന്, സാധാരണഗതിയിൽ നമുക്ക് ലോങ് ആയിട്ടുള്ള ഒരുപാട് പഴക്കമുള്ള അലർജി അസുഖങ്ങൾ, മൂക്കൊലിപ്പും കഫക്കെട്ടും ഒരുപാട് പഴക്കമുള്ള അസുഖം ഉണ്ടെങ്കിൽ ആ ആൾക്കാർക്ക് ഈ കഫത്തിന്റെ സ്മെല്ല് വൈനാറ്റമായി വരാം. അതുപോലെ സൈനസൈറ്റിസ് ഉള്ള ആൾക്കാർക്ക് മൂക്കിന്റെ കണ്ണിന്റെ ഇരുവശത്തുമുള്ള വിവിധ സൈനസുകളിൽ കഫം കെട്ടി ഇൻഫെക്ഷനായി സൈനസൈറ്റിസ് ഉണ്ടാവുന്ന ആൾക്കാരിൽ ഈ വൈനാറ്റം ഉണ്ടാവും. ഞാൻ ആദ്യമായി പറയുന്നത്, ബ്രഷ് ചെയ്യാത്തതും വായിലെ വൃത്തികേടൊക്കെ വരുന്നുണ്ട്. അതിനു മുമ്പ് ആദ്യമായി അസുഖങ്ങൾ, ചില സിസ്റ്റമിക് ആയിട്ടും അല്ലാതെ സ്പെസിഫിക് ആയിട്ടുമുള്ള ചില രോഗങ്ങളെ കൊണ്ട് വൈനാറ്റം ഉണ്ടാവാറുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ ആദ്യത്തിൽ പറയുന്നത്. ഇതിന്റെ കാരണങ്ങളിൽ രോഗങ്ങൾ, സ്ഥിരമായിട്ടുള്ള കഫക്കെട്ട്, അതുപോലെ സൈനസൈറ്റിസ്, മറ്റൊന്ന് ടോൺസിൽ സംബന്ധമായ രോഗങ്ങൾ. ടോൺസിൽ പിന്നെ നമുക്കറിയാം, നമ്മുടെ തൊണ്ടയിലുള്ള ടോൺസിൽ എന്ന ഒരു ചെറിയ ഒരു ഭാഗമുണ്ട്. അത് വീക്കം വന്നിട്ട്, അതിന് ഇൻഫെക്ഷൻ വന്നിട്ട് ടോൺസിലൈറ്റിസ് ആയിട്ട് വരുന്ന അസുഖങ്ങൾ, അതുകൊണ്ടും ബാഡ് ബ്രീത്ത് ഉണ്ടാവാം. അതുപോലെ ലിവറിന്റെ അസുഖങ്ങൾ, പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ശരീരത്തിലെ മുഴുവൻ ഘടകങ്ങളൊക്കെ നിർമ്മിക്കപ്പെടുന്ന കിച്ചൺ എന്ന ഏരിയയാണ് ലിവർ. ലിവറിന്റെ എന്തെങ്കിലും ഡിസോർഡർ, ലിവറിന്റെ പ്രവർത്തനത്തിലുള്ള എന്തെങ്കിലും അപാകതകൾ, അല്ലെങ്കിൽ ലിവറിന്റെ ഉഷ്ണം കൂടുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ബാഡ് ബ്രീത്തിലേക്ക് നയിക്കാം. അതുപോലെ കിഡ്നി രോഗങ്ങളും വരാം. കിഡ്നി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ശരീരത്തിലെ ബ്ലഡ് ശരീരത്തിൽ മൊത്തത്തിൽ ശുദ്ധീകരിക്കുന്ന ഒരു അവയവമാണ് കിഡ്നി. കിഡ്നിയുടെ അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിൽ തന്നെ ബാഡ് ബ്രീത്ത് ഉണ്ടാക്കാം. അതുപോലെ വായിലും ബാഡ് ബ്രീത്തിന് കാരണമാവാം. അതുപോലെ മറ്റൊന്നാണ് പ്രമേഹം. ഈ അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് ബാഡ് ബ്രീത്ത് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പറഞ്ഞു വരുന്നത്, വൈനാറ്റം ഉണ്ടാവാനുള്ള ചില രോഗങ്ങൾ ഈ രോഗം കൊണ്ട് ഉണ്ടാവാം എന്നതാണ്. പ്രമേഹം കൊണ്ടുണ്ടാവാം, ചില അർബുദങ്ങൾ, ക്യാൻസറുകൾ കൊണ്ടുണ്ടാവാം, റെസ്പിറേറ്ററി ഡിസീസ്, ശ്വാസകോശ സംബന്ധമായിട്ട് വരുന്ന അസുഖങ്ങൾ, അത് ശ്വാസം മുട്ടും COPD പോലത്തെ താൽക്കാലികവും ക്രോണിക്കുമായിട്ടുള്ള പഴക്കമുള്ളതായിട്ടുള്ള അസുഖങ്ങളും അതുകൊണ്ട് വൈനാറ്റം വരാം. അതുപോലെ ഗ്യാസ്ട്രൈറ്റിസ്, നമ്മുടെ വയറ് സംബന്ധമായിട്ട്, ആമാശയ സംബന്ധമായിട്ടുള്ള എരിച്ചിലും പോച്ചിലും കാളിച്ചയും അങ്ങനെ സംബന്ധമായ സ്ഥിരമായ ദഹനക്കേട് കൊണ്ട് നമ്മുടെ വായിക്ക് നാറ്റം ഉണ്ടാവുകയും ബാഡ് ബ്രീത്തിന് കാരണമാവുകയും ചെയ്യും. ഞാനിപ്പോൾ പറഞ്ഞത് രോഗങ്ങളാണ്. ശരീരത്തിൽ ഉണ്ടാവുന്ന സിസ്റ്റമിക് ആയിട്ടും സ്പെസിഫിക് ആയിട്ടുമുള്ള ചില രോഗങ്ങൾ ബാഡ് ബ്രീത്തിലേക്ക് നയിക്കുന്നു. അതാണ് ഞാൻ ആദ്യമായി പറഞ്ഞത്. ഇനി ചില അല്ലാത്ത കാരണങ്ങൾ, വൈനാറ്റത്തിന് കാരണമാവുന്ന മറ്റു ചില കാരണങ്ങൾ നമുക്കറിയാം. ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഷരീഫിൽ ഉള്ളി ഭക്ഷിക്കുന്നതിനെ കുറിച്ച് ചർച്ചയുണ്ട്. ഉള്ളി കഴിച്ചുകൊണ്ട് പള്ളിയിൽ വരരുത് എന്ന് നിർദ്ദേശിച്ചതായിട്ട് നാം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളി കഴിക്കുന്നത് വായിക്ക് നാറ്റമുണ്ടാവാൻ ഒരു കാരണമാണ്. വെള്ളുള്ളിയും അതുപോലെ
വലിയുള്ളിയും അതൊക്കെ കാരണമാണ്, ഉള്ളികളൊക്കെ കാരണമാണ്. അതുപോലെ പിന്നെ ഇറച്ചി, മാംസം, ഫിഷ് ഒക്കെ കഴിച്ച് വായ വൃത്തിയാക്കാതെ വരുന്നതും വായനാറ്റത്തിന് കാരണമാവും. അതായത് ഭക്ഷണത്തിൻ്റെതാണ് പറഞ്ഞു വരുന്നത്. അതുപോലെ സ്മോക്കിംഗ്, സ്ഥിരമായി പുകവലിക്കുന്ന ആൾക്കാർ അവരുടെ വായ എപ്പോഴും പ്രയാസം ഉണ്ടാവും. പുകവലിക്കണമെന്നില്ല, അവർ ഒന്ന് ഇരുന്നാൽ തന്നെ വായയിൽ എങ്ങനെ ആ നാറ്റം അനുഭവിക്കേണ്ടി വരും. പലപ്പോഴും പ്രയാസം ഉണ്ടാവുന്നത് ആ വലിക്കുന്ന ആൾക്കാർക്ക് അത്ര അറിയണമെന്നില്ല. അപ്പോ അൽഹംദുലില്ലാഹ് KMIC സ്മോക്കേഴ്സ് ഇല്ല എന്നാണ് പറയുന്നത്. പലപ്പോഴും പ്രവാസികളും അല്ലാത്തവരൊക്കെ ടെൻഷനാകുമ്പോൾ വലിക്കുന്ന ആൾക്കാരുണ്ട്. ശരിക്കും ടെൻഷനാകുമ്പം വലിച്ചാൽ ടെൻഷൻ കുറയൊന്നുമില്ല. അതേസമയത്ത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, പണ്ട് കാലത്ത് അല്ലെങ്കിൽ ചെറുപ്പകാലത്തോ ഒരു 20 വയസ്സിന്റെ ആ സമയങ്ങളിലോ ഏതെങ്കിലും കമ്പനികളിലൊക്കെ കൂടുമ്പോൾ അല്ലെങ്കിൽ ടൂറൊക്കെ പോയ സമയത്ത് ഒരു ബോറടിക്കുന്ന സമയത്ത് ഒരു ഫാഷന് വേണ്ടിയോ അല്ലെങ്കിൽ ആരെങ്കിലും അനുകരിക്കുന്നതിന് വേണ്ടിയോ ഒക്കെ പലപ്പോഴും പുകവലി തുടങ്ങുന്നവരുണ്ട്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് സീനിയേഴ്സ് വലിക്കുന്നത് കണ്ട്, അല്ലെങ്കിൽ അതൊരു മോഡലായിക്കൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ താരങ്ങൾ വലിക്കുന്നത് കണ്ട് ഇങ്ങനെയൊക്കെ തുടങ്ങി പിന്നീട് ലൈഫിൽ ഏതെങ്കിലും പ്രവാസിയായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടെൻഷൻ അടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ജോലി സ്ഥലത്ത് ഒറ്റപ്പെട്ട് പ്രയാസപ്പെടുമ്പോഴൊക്കെ ഈ വലി തുടരുകയും അങ്ങനെ ഒരു വലിക്കാരനായി മാറുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഒരിക്കലും വലി ടെൻഷൻ കുറക്കുന്നില്ല, കൂട്ടുകയാണ്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഒരുപാട് അസുഖങ്ങൾ, പുകവലിയെ കുറിച്ച് മാത്രം ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു ദിവസം സംസാരിക്കാം. ഇപ്പോഴുള്ള ചർച്ച സ്ഥിരമായിട്ടുള്ള പുകവലി വായുനാറ്റത്തിന് കാരണമാവുന്നു. പുകവലിക്കുന്ന ആൾക്ക് അത് അത്ര മനസ്സിലാവണമെന്നില്ല, അല്ലാത്തവർക്കാണ്. അപ്പോൾ ആ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് പുകവലിക്കുന്നവർ അതിൽ നിന്നും പിന്മാറുക എന്നാണ് ഞാൻ വിനീതമായി പറയാനുള്ളത്. അതുപോലെ ഡ്രിങ്കേഴ്സ്, മദ്യം കഴിക്കുന്നതും പുകവലിക്ക് കാരണമാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാൻ ആദ്യം പറഞ്ഞ, അല്ലെങ്കിൽ ആദ്യത്തിൽ ഇവിടെ ഒരാൾ ചർച്ച ചെയ്ത വിഷയം, നമ്മുടെ അബൂസിനും ഇവിടെ പറഞ്ഞു, ഗന്ധ ശുദ്ധീകരണത്തെ കുറിച്ച്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. നമ്മുടെ പിന്നെ ദന്തശുദ്ധീകരണത്തെ കുറിച്ച് പറയുമ്പോൾ ഡെന്റൽ ഹൈജീൻ, നമ്മുടെ നമുക്കറിയാം, പലപ്പോഴും നമ്മൾ എല്ലാവരും അത്ര ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയില്ല. പല്ല് തേക്കുന്ന എണ്ണം എത്ര തേക്കണം, എപ്പോഴൊക്കെ തേക്കണം എന്ന വിഷയത്തെക്കുറിച്ച് ഇസ്ലാം വളരെ കൂടുതൽ നിഷ്കർഷിക്കുന്ന ഒരു വിഷയമാണ്. നിർബന്ധമാക്കുമായിരുന്നു എന്നുവരെ ഹദീസിൽ നാം പഠിച്ചിട്ടുണ്ട്. അപ്പോ ചില ആൾക്കാരോട് ചോദിച്ചാൽ, കഴിഞ്ഞ ആഴ്ചയും പല്ലിന്റെ രോഗമുള്ള ഒരു കൂട്ടം വിദ്യാർത്ഥികൾ വന്നപ്പോൾ ഒരു സ്ഥാപനത്തിൽ നിന്നാണ് വന്നത്, ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അവരോട് ചോദിച്ചപ്പോൾ രാവിലെ മാത്രം പല്ല് തേക്കുന്നവരാണ്, രാത്രി തേക്കാറില്ല. യഥാർത്ഥത്തിൽ രാത്രി കിടക്കുമ്പോൾ പല്ല് തേക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മുടെ ഭക്ഷണ അവശിഷ്ടങ്ങൾ പല്ലിന്റെ ഇടയിലും മറ്റും വായന്റെ ഓറൽ കാവിറ്റിയിൽ വിവിധ ഏരിയകളിലൊക്കെ അടിഞ്ഞുകൂടി അത് ബാക്ടീരിയയുമായി, മൈക്രോ ബയോഫ്ലോറ എന്നൊക്കെ പറയുന്ന ചെറിയ ബാക്ടീരിയയുമായി പ്രവർത്തിച്ചിട്ട് വിഘടിച്ച് സൾഫർ കോമ്പൗണ്ടുകൾ എന്ന സംഭവത്തിൽ ഉണ്ടായിട്ട് അത് പിന്നെ വായുനാറ്റത്തിന് കാരണമാവുന്ന ഘടകങ്ങളായി മാറും. അപ്പോ നമുക്കറിയാം, നമ്മുടെ വായയിൽ കുറച്ചു നേരം ഒരു ഫുഡ് പാർട്ടിക്കിൾ, ഭക്ഷണാവശിഷ്ടം കിടന്നാൽ ആ അവശിഷ്ടം പിന്നീട് പുറത്തെടുക്കുമ്പോൾ അതാകെ വൃത്തികേടായതായി നമുക്ക് കാണാൻ കഴിയും. ആ ഭക്ഷണ അവശിഷ്ടത്തിന് പ്രത്യേക ദുർഗന്ധമൊക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, രാവിലെ മുതൽ നാസ്ത കഴിച്ചതിന്റെ ചെറിയ അവശിഷ്ടം, 10 മണിക്ക് സ്നാക്സ് കഴിച്ചതിന്റെ അവശിഷ്ടം, ഉച്ചക്ക് ലഞ്ച് കഴിച്ചതിന്റെയും വൈകുന്നേരം ചായക്ക് കടി കഴിച്ചതിന്റെയും ഒക്കെ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടി രാത്രി ഇതെല്ലാം കൂടി വായലിങ്ങനെ കിടക്കുകയാണെങ്കിൽ, രാത്രി പല്ലും കൂടി തേക്കാത്ത അവസ്ഥയിൽ കിടക്കുകയാണെങ്കിൽ ആ പല്ലൊക്കെ രാവിലെ ആകുമ്പോഴേക്കും പല്ലിനെ നശിപ്പിക്കുന്ന രൂപത്തിലുള്ള
ഘടകങ്ങൾ അല്ല ബാക്ടീരിയകളൊക്കെ നമ്മുടെ വായിൽ ഉണ്ടാവുകയും അത് നമ്മുടെ പല്ലുകളെ നശിപ്പിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും എന്ത് ഫുഡ് കഴിച്ചാലും ഒരു നോർമലായിട്ടുള്ള വായു കഴുകുന്നതിന് പകരം വളരെ ശ്രദ്ധയോടുകൂടി വായ കറക്റ്റ് കഴുകുകയും പറ്റുമെങ്കിൽ ബ്രഷ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക. ഓരോ ഭക്ഷണത്തിന് ശേഷം രാത്രി നിർബന്ധമായിട്ടും പല്ല് തേച്ചിരിക്കണം. പേസ്റ്റ് ഉപയോഗിക്കേണ്ടത് പ്രത്യേകിച്ച് ചർച്ച ചെയ്യുന്നില്ല. സൗകര്യമുള്ള പേസ്റ്റ് ഉപയോഗിച്ചിട്ട് പല്ല് ബ്രഷ് ചെയ്യുക. ബ്രഷ് ചെയ്യുന്നതാണ് പ്രധാനം. പല്ലിന്റെ സൈഡും ഉള്ളും എല്ലാ ഭാഗത്തും എത്തുക എന്നതാണ്. പിന്നെ അപ്പൊ പല്ല് ഈ വായ്നാറ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ദന്ത വൃത്തി കുറവാണ്, പല്ലിന്റെ വൃത്തി കുറവാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ സലൈവ അഥവാ പിന്നെ വായലെ തുപ്പുനീര്, ഉമനീര് കുറയുന്നത് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, സലൈവ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ ഉമനീര് കുറയുന്നത് കൊണ്ട് വായ്നാറ്റം ഉണ്ടാവും. ഉമനീര് കുറയാനുള്ള കാരണങ്ങളെ കുറിച്ച് പറയുന്നത്, ഒന്ന് മെഡിസിൻ കഴിക്കുന്ന ആൾക്കാർ, വേദന സംഹാരികളും അലർജിയുടെ മരുന്നുകളൊക്കെ കഴിക്കുന്ന ആൾക്കാർ ഉമനീര് കുറയും. ഉമനീര് കുറയുമ്പോൾ ബാഡ് ബ്രീത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ മറ്റൊന്ന് ഫാസ്റ്റിംഗ്, നിരാഹാരം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാത്ത സമയത്ത് സലൈവ കുറയും. കുറയുമ്പോൾ വീണ്ടും ബാഡ് ബ്രീത്ത് ഉണ്ടാവും. അതുപോലെ മൗത്ത് ബ്രീത്തിങ്, വായിലൂടെ ശ്വസനം എടുക്കുന്ന ആൾക്കാരുണ്ട്. അത് ഒന്നുകിൽ മൂക്കടപ്പ് ഉള്ളത് കൊണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെ അതൊരു ചെറുപ്പത്തിലെ ഒരു ഹാബിറ്റായി ചെയ്യുന്നവരുണ്ടാവും. ഏതായാലും വായിലൂടെ വായ തുറന്ന് ശ്വാസം എടുക്കരുത്, മൂക്കിലൂടെ തന്നെ എടുക്കാൻ ശ്രമിക്കുക. മൂക്കടപ്പുണ്ടെങ്കിൽ ചികിത്സിക്കുക എന്നതാണ് ആവശ്യത്തെക്കുറിച്ച് പറയാനുള്ളത്. നമുക്കറിയാം, മൂക്കിലൂടെ ശ്വസനം എടുക്കുമ്പോൾ അത് അവിടെ ഫിൽറ്ററിങ്ങിനും മറ്റേ ഒരുപാട് വളരെ സോഫ്റ്റ് ആയിട്ടാണ് ബ്രഷ് ചെയ്യേണ്ടത്. നമുക്കറിയാം, നമ്മുടെ ഈ KMIC-യിൽ തന്നെ അല്ലെങ്കിൽ പേസ്റ്റ് ഉപയോഗിക്കാതെ പല്ല് തേക്കാമോ ചോദിക്കുന്നുണ്ട്. പേസ്റ്റ് ഉപയോഗിക്കാതെ പല്ല് തേക്കാം. പേസ്റ്റ് ഉപയോഗിക്കുന്ന നിർബന്ധമൊന്നുമില്ല. രാവിലെ പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ അത് നമുക്കൊരു നല്ല ഫ്രഷ് ബ്രീത്തിന് ഒരു ഗുണം ചെയ്യുന്നുണ്ട്. നല്ലൊരു റാഹത്ത് കിട്ടും. താങ്കൾക്ക് പേസ്റ്റ് ഉപയോഗിക്കാം. രാത്രി പേസ്റ്റ് ഉപയോഗിക്കാൻ നിർബന്ധമില്ല. രാത്രി പിന്നെ നല്ലത് നമ്മളെ പഴയ കാലത്ത് ഉപയോഗിച്ചു വരുന്ന ചില ഫോർമുലകളുണ്ട്. അപ്പൊ അത് എല്ലായിടത്തൊന്നും അവൈലബിൾ അല്ല. നമ്മുടെ ഇവിടെ മർക്കസിനാനി ഹോസ്പിറ്റലിൽ പണ്ട് കാലത്ത്, മുഗൾ ഭരണകാലത്തൊക്കെ, ഔറംഗസീബിന്റെ കാലത്തൊക്കെ കൊട്ടാര വൈദ്യന്മാരൊക്കെ ഉപയോഗിച്ചു വരുന്ന ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുലയുടെ ഒരു ടൂത്ത് പൗഡർ നമ്മളിവിടെ കൊടുക്കാറുണ്ട്. നല്ല ഒരുപാട് ഗുണങ്ങൾ മോണവീക്കത്തിനും പല്ലിന്റെ നിറത്തിനും പല്ല് പുളിപ്പിനും ഒക്കെ രൂപാന്തരം ചെയ്യുന്നു. അങ്ങനെ ചില പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഫോർമുലകൾ ഒന്നുകൂടി ഈ കാലത്ത് പ്രസക്തമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, 2 നേരം 3 നേരം പേസ്റ്റ് ഉപയോഗിച്ച് ഇങ്ങനെ പതപതയായിട്ട് ബ്രഷ് ചെയ്തിട്ടും നമ്മുടെ എല്ലാ ഗ്രാമങ്ങളിലും ഡെന്റിസ്റ്റുകളും ഡെന്റൽ ഹോസ്പിറ്റലുകളും നിറയുകയാണ്. അവിടെ ഒക്കെ ഏതൊരാളെ പല്ല് പരിശോധിച്ചാലും പല്ല് കംപ്ലൈന്റ് ആണ് എന്നുള്ളൊരു പ്രശ്നമാണ്. പല കാരണങ്ങളുണ്ട്. പല്ലിനെ കുറിച്ച് ഞാൻ കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല, നമ്മുടെ ചർച്ച വഴി മാറും.
പല്ലിന്റെ ഒരു കാരണം പല്ലിന് പണി കുറവാണ് എന്നതുകൂടി ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. പണ്ട് കാലത്തൊക്കെ ചവച്ച് തിന്നുന്ന പരിപാടിയായിരുന്നു. ഇന്ന് കൂടുതൽ ചവച്ച് തിന്നേണ്ട ആവശ്യമില്ല. ഒക്കെ നല്ല വയലിട്ട് ചെറുതായിട്ടൊന്ന് ഇറക്കിയാൽ മതി. നമ്മുടെ ഫാസ്റ്റ് ഫുഡും ഒക്കെ ഒരു രൂപത്തിലുള്ളത്. അപ്പോൾ പല്ലിനെ കുറിച്ച് പറയുമ്പോൾ പല വശങ്ങളിലേക്കും നീങ്ങേണ്ടതുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഒരു നേരം പേസ്റ്റ് ഉപയോഗിക്കാം, മറ്റു നേരങ്ങളൊക്കെ പേസ്റ്റ് ഉപയോഗിക്കാതിരിക്കാം. ഏതായാലും നമ്മുടെ ഗ്രൂപ്പിലൊക്കെ BDS ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. ഈ BDS ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പല്ല് മാത്രം 4-5 വർഷത്തോളം പഠിച്ച് വരുന്നവരാണ്. അവർ എക്സ്പേർട്ട് ആയിരിക്കും. പക്ഷെ അവരുടെ ഒരു സേവനം ഈ ക്ലാസ് രംഗത്ത് എപ്പോഴെങ്കിലുമൊക്കെ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും എന്ന് അഭിപ്രായപ്പെടുകയാണ്. ഇനി എൻ്റെ വിഷയത്തിലേക്ക് പോവാം. പിന്നെ ഞാൻ ബ്രഷ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. സോഫ്റ്റ് ബ്രഷ് ആയിരിക്കുക. പല്ലിന്റെ സൈഡ് ബാക്ക് സൈഡൊക്കെ ബ്രഷ് എത്തണം. പിന്നെ ബ്രഷ് ചെയ്യുന്ന സ്റ്റൈല്, എങ്ങനെ ബ്രഷ് ചെയ്യണം, ചില ആൾക്കാർക്ക് അത് എത്ര പിടുത്തുണ്ടാവില്ല. ഒരു 45 ഡിഗ്രിയിൽ വെച്ചിട്ട് സോഫ്റ്റ് ആയിട്ട് സ്ട്രോങ് ആക്കാതെ പല്ലിന്റെ വേരിന്റെ ഭാഗത്തൊക്കെ ശരിക്കും എത്തുന്ന രൂപത്തിൽ ബ്രഷ് ചെയ്യണമെന്നാണ്. അൾട്രാ സോഫ്റ്റ് വേണോ? നമ്മള് ബ്രഷ് രണ്ടെണ്ണം കാണാറുള്ളത്, സോഫ്റ്റും ഹാർഡും. സോഫ്റ്റ് ആയാൽ മതി. അൾട്രാ സോഫ്റ്റ് ഉത്തരാധുനികത എന്നൊക്കെ പറഞ്ഞു അവര് മനസ്സിലായിട്ടില്ല. ഏതായാലും പിന്നെ ബ്രഷ് ചെയ്യുന്ന കാര്യം അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക. ഈ ബ്രഷ് എങ്ങനെ ചെയ്യണം എന്നത് വേണമെങ്കിൽ നമ്മുടെ യൂട്യൂബിലൊക്കെ ബ്രഷിങ്ങിനെ കുറിച്ചൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. വീഡിയോ സഹിതം കിട്ടും. അത് വാങ്ങി കണ്ട് പഠിക്കാം. അല്ലെങ്കിൽ നമ്മുടെ എപ്പോഴും ഇടപെടുന്ന ഡോക്ടേഴ്സിനെ കണ്ട്, പിന്നെ BDS ഡോക്ടറെ കണ്ടാൽ അവർ അതിന്റെ രൂപം പറഞ്ഞു തരും. ഇതെന്തിനാ പഠിക്കുന്നത് പറഞ്ഞാല്, നമ്മൾ ചെറുപ്പത്തില് ഇപ്പോ 2.5 വയസ്സുള്ള നമ്മളെ കുട്ടികളെ നമ്മൾ ബ്രഷ് ചെയ്യാൻ അങ്ങനെ പഠിപ്പിക്കും. അവരെങ്ങനെ ഒരു പിന്നെ ആ ഒരു ചടങ്ങ് എന്ന നിലയ്ക്ക് രാവിലെ പേസ്റ്റ് ഒന്ന് വായിലിട്ട് കൊപ്പിടിക്കും. അതിങ്ങനെ തുടർന്നു വരുന്നതായിരിക്കും. അല്ലാതെ പ്രത്യേകമായിട്ടൊരു പഠനം ഈ വിഷയത്തിൽ ആരും നടത്തുന്നില്ല. അപ്പോൾ അതിന്റെ സ്റ്റൈലൊന്ന് പഠിക്കുന്നത് ഒരുപാട് നല്ലതാണ്. കാരണം നമ്മുടെ പല്ലിന്റെ പിൻവശങ്ങളിൽ പ്ലാക്ക് എന്നൊക്കെ പറയുന്ന ഒരു സാധനമുണ്ട്. ഇങ്ങനെ ചളി ഈ കേട് വന്ന് കട്ടിയായി നമ്മൾ വിചാരിക്കും പല്ലിന്റെ ഭാഗമാണെന്ന് വിചാരിക്കും. പക്ഷെ പൊട്ടിച്ചെടുത്താൽ വലിയൊരു പീസായിട്ട് തന്നെ പുറത്തു പോകും. അപ്പൊ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വരാനുള്ളത് കൊണ്ട് ഈ പല്ല് തേക്കുന്ന ഒരു സ്റ്റൈല് പഠിച്ചാൽ ഒരുപാട് ഗുണം ചെയ്യും. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഇതൊക്കെ പറഞ്ഞു വരുന്നത് ബാഡ് ബ്രീത്ത് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ കരുതേണ്ട, നമ്മൾ ചെയ്യേണ്ട മുൻകരുതൽ സൊല്യൂഷൻസ് ആണ്. അപ്പോൾ സോഫ്റ്റ് ആയിട്ട് ബ്രഷ് ചെയ്യുക, സോഫ്റ്റ് ബ്രഷ് ഉപയോഗിക്കുക, എല്ലാ ഭാഗത്തും ബ്രഷ് എത്തണം. അതിന് അറിയില്ലെങ്കിൽ അത് അറിയുന്ന ആളോട് ചോദിച്ച്, ഡോക്ടറോട് ചോദിച്ച് പഠിക്കാം. അത് ക്ലാസ്സിൽ ഞാനിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, അതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ യൂട്യൂബിലോ ഗൂഗിളിലോ പോയിട്ട് സെർച്ച് ചെയ്ത് വീഡിയോ സഹിതം പഠിക്കാൻ കഴിയും. ഇനി നാവ് വടിക്കണോ വേണ്ടേ എന്നത് ചർച്ച ഉണ്ടാവാറുണ്ട്. ശരിക്കും നാവ് എല്ലാ ദിവസവും വടിക്കുന്നത്, നാവിനായിട്ടൊരു ടങ് ക്ലീനറൊക്കെ ഉണ്ടാവാറുണ്ട്, നാവ് വടിക്കുന്ന സാധനമൊക്കെ. പക്ഷെ അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതല്ല. കാരണം നാവിൽ പല പ്രധാനപ്പെട്ട പിന്നെ ന്യൂറോ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ടേസ്റ്റ് അറിയാനൊക്കെയുള്ള പല സംഭവങ്ങളുണ്ട്. അപ്പൊ അത് ടേസ്റ്റ് ബഡ്സ് പോലത്തെ പലതുണ്ട്. അതൊക്കെ പിന്നെ ഡാമേജ് ആയാൽ ടേസ്റ്റിനൊക്കെ പ്രശ്നമാണ്. അപ്പൊ സ്ഥിരമായിട്ട് നാവ് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് വടിക്കുന്ന സിസ്റ്റം വേണ്ട എന്നാണ്. അതേസമയത്ത് ചില ആൾക്കാർക്ക് നാവിന്റെ ബാക്ക് സൈഡിലൊക്കെ എന്തെങ്കിലും ഈ വേസ്റ്റ്, ഭക്ഷണത്തിന്റെ വേസ്റ്റ് എന്തെങ്കിലും അടിഞ്ഞുകൂടി നിറം മാറ്റമൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ടങ് ക്ലീനർ, അതായത് നാവ് അടിക്കുന്ന സാധനം വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് എടുത്തെടുത്ത് ആഴ്ചയിലോ ഒക്കെ ഇങ്ങനെ വടിച്ച് വൃത്തിയാക്കാം. അല്ലാതെ സ്ഥിരമായിട്ട് വടിക്കണം എന്ന് അഭിപ്രായം എനിക്കില്ല. ഇതിനെക്കുറിച്ച് ചിലപ്പം മറ്റു ഡോക്ടേഴ്സിന് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവാം. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പല്ലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ, പൊത്തുകളൊക്കെ ഉണ്ടെങ്കിലും വേദന ഉണ്ടാവും. പൊത്തിൽ അതിൻ്റെ ഉള്ളിൽ ഈ കേട് വന്നുകൂടി ബാഡ് ബ്രീത്തിന് കാരണമാവും.
അപ്പോൾ അത് ശ്രദ്ധിക്കുക. അങ്ങനെ പൊട്ടുണ്ടെങ്കിൽ അത് ഡെന്റിസ്റ്റിനെ കണ്ടിട്ട് പരിഹരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പ്ലാക്കുകൾ അതിൻ്റെ ബാക്ക് സൈഡൊക്കെ പിടിച്ച് മഞ്ഞ കളറിൽ ഉണ്ടാവും. അങ്ങനത്തെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിചാരിച്ചവർക്ക് പല്ലാന്ന് വിചാരിച്ചിട്ടോ അത് പോയി ഡെന്റിസ്റ്റിനെ കാണിച്ച് ക്ലീൻ ചെയ്താൽ അതൊക്കെ അടർന്ന് പോകുന്നത് കാണാം. ഇടയ്ക്കിടയ്ക്കൊക്കെ ക്ലീൻ ചെയ്യിക്കുക, സ്ഥിരമായിട്ട് ചെയ്യിക്കണമെന്നില്ല. അതുപോലെ മോണയ്ക്ക് വീക്കുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ നടത്തണം. മോണ വീക്കം, മോണ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട് ചില ആൾക്കാർക്ക്, അതിനുള്ള ചികിത്സ നടത്തണം. പഴുപ്പും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആന്റിബയോട്ടിക്കോ അല്ലെങ്കിൽ അത് പോലത്തെ ഇനാനി മരുന്നുകളൊക്കെ കഴിച്ചിട്ട് അത് ക്ലിയർ ചെയ്യണം. അല്ലെങ്കിൽ ചെറിയ രൂപത്തിലൊക്കെ ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ച് വരുന്ന ചില ടൂത്ത് പൗഡറുകൾ, അത് നമ്പൂതിരി എന്ന പേരിലൊരു പിന്നെ ടൂത്ത് പൗഡർ ഉണ്ട്. നമ്പൂതിരി എന്ന പേരിലൊരു ടൂത്ത് പൗഡർ ഉണ്ട്. അതും പിന്നെ കുഴപ്പമുണ്ടാവില്ല, വലിയ കുഴപ്പമൊന്നുമില്ല, അതും ഉപയോഗിക്കാം. അത് നാടൻ മരുന്നുകളായിട്ട് അതൊക്കെ നമ്മുടെ അടുത്തുള്ളൂ. പിന്നെ അതല്ല മർക്കസിനുമായിട്ട് ബന്ധപ്പെട്ടാൽ നമ്മുടെ അടുത്ത് നല്ല, ഞാൻ നേരത്തെ പറഞ്ഞ വളരെ നല്ല ഒരു ടൂത്ത് പൗഡർ ഉണ്ട്. അത് ഉപയോഗിച്ചാൽ ഈ പുളിപ്പും മോണയുടെ ബ്ലീഡിങ്ങും പഴുപ്പും ഒക്കെ കുറയും. രാത്രി ഞങ്ങൾ സാധാരണ പറയാറുള്ളത് ഈ രാത്രി സമയത്ത് ഈ ടൂത്ത് പൗഡറും രാവിലെ പേസ്റ്റും ഉപയോഗിക്കാനാണ് സാധാരണ പറയാറുള്ളത്. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ബാഡ് ബ്രീത്ത് ഒഴിവാക്കാം. മുഗൾ ടൂത്ത് പൗഡർ എന്ന പേരൊന്നുമില്ല. ഈ മുഗൾ ടൂത്ത് പൗഡർ എന്നുള്ള ഒരു ആശയത്തിലേക്ക് വരുന്നത് ഞങ്ങളുടെ ഒരു സുഹൃത്ത് ഡോക്ടർ ഗുലാം മൊയ്യുദ്ദീൻ എന്ന ഒരാൾ ഹൈദരാബാദിലുണ്ട്. അദ്ദേഹത്തിന്റെ ഫാമിലി ഔറംഗസീബിന്റെ അങ്ങോട്ടുള്ള കൊട്ടാര വൈദ്യന്മാരുടെ ഫാമിലിയാണ്. അപ്പൊ അവര് നേരത്തെ കൊണ്ടുവന്നിരുന്ന ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല ആണ് ഞങ്ങളുടെ അടുത്തുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം ഇങ്ങോട്ട് ഉണ്ടാക്കി വിടുന്നൊരു സാധനം നമ്മളോട് വേണമെങ്കിൽ ഉണ്ടാക്കിയോളാം പറയുകയും ചെയ്യാറുണ്ട്. അപ്പൊ അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ആ പൗഡർ വളരെ എഫക്റ്റീവാണ്. അതിന് പ്രത്യേകിച്ച് മധുരമോ അങ്ങനത്തെ ഒന്നുമില്ല. ചിലപ്പോൾ ഉപ്പും പൊടിയോ എരിവൊക്കെ ആയിരിക്കും. ടേസ്റ്റ് നോക്കേണ്ടതില്ല. നമ്മുടെ പല്ല് സുരക്ഷിതമാക്കുക എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പണ്ട് കാലത്ത് ഉപയോഗിച്ച് വന്നിരുന്ന ടൂത്ത് പൗഡറിനൊക്കെ ഒന്നുകൂടി പ്രസക്തിയുണ്ട്. ഈ കാലത്ത് എന്തുപയോഗിച്ചിട്ടും എല്ലാവർക്കും അസുഖം വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പണ്ട് കാലത്ത് ഉപയോഗിച്ചതിന് പ്രസക്തിയുണ്ട്. പല്ലിനെ കുറിച്ചുള്ള, പല്ലിന്റെ ആരോഗ്യത്തെ കുറിച്ചുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു ക്ലാസ് ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു VDS ഡോക്ടറെ കൊണ്ട് തന്നെ ദന്ത ശുദ്ധീകരണത്തെ കുറിച്ച് മറ്റൊരു അവസരത്തിൽ നടത്തിക്കാം എന്ന് മാത്രം പറയുകയാണ്. തൽക്കാലം വിഷയം അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഇതൊക്കെ ശരിയാക്കിയാലും ചില ആൾക്കാർക്ക് വായിൽ ഈ സ്മെല്ല്, വായുനാറ്റം തുടരുന്നു. അങ്ങനത്തെ ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞ സിസ്റ്റമിക് ആയിട്ടുള്ള രോഗികൾ അല്ല, സിസ്റ്റമിക് ആയിട്ടുള്ള രോഗങ്ങൾ അത് കാരണമായിട്ട് വായുനാറ്റം ഉണ്ടാവാം. MDS എന്ന് ഉദ്ദേശിച്ചത് BDS കഴിഞ്ഞിട്ടുള്ള അതിന്റെ ബിരുദാനന്തര ബിരുദാണ്. MDS കഴിഞ്ഞിട്ടുള്ള ഡോക്ടേഴ്സ് തന്നെ നമ്മുടെ പരിചയക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ ക്ലാസ് റൂമുമായിട്ടും നമ്മുടെ പ്രസ്ഥാനവുമായിട്ടും മർക്കസിൽ നിന്ന് പഠിച്ച എൻ്റെ ഒരു ക്ലാസ്മേറ്റ്, എൻ്റെ ഒപ്പം +2 പഠിച്ച ഒരാൾ തന്നെ ഉണ്ട്, ബഷീർ എന്ന് പറയും. അത് ഇഷ്ടംപോലെ ആൾക്കാർ നമുക്കുണ്ട്. നമ്മൾ ശ്രമിച്ചാൽ ഒരാളെ കൊണ്ടുവന്ന് നമുക്ക് ദന്തശുദ്ധീകരണത്തെ കുറിച്ച് വ്യക്തമായ ക്ലാസ് നടത്തിക്കാം. അപ്പോ ഈ വിഷയങ്ങളൊക്കെ വായുനാറ്റത്തിന്റെ പല്ലൊക്കെ എത്ര തേച്ചാലും പിന്നെ പല്ലിനൊരു കംപ്ലൈന്റ് ഇല്ലെങ്കിൽ നല്ല സൗന്ദര്യമുള്ള പല്ലായിരിക്കും, നല്ല വൃത്തിയും ഉണ്ടാവും. എന്നും 2 നേരം 3 നേരം പല്ല് തേക്കുന്നവരായിരിക്കും. വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്നാലും വായുനാറ്റം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് ഉണ്ടാവാറുണ്ട്. ആ കംപ്ലൈന്റിന്റെ യഥാർത്ഥ കാരണം പിന്നെ സിസ്റ്റമിക് ആയിട്ടുള്ള അസുഖങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ലിവറിന്റെ അസുഖങ്ങളോ കിഡ്നി അസുഖങ്ങളോ അല്ല ഗ്യാസ്ട്രൈറ്റിസ്, വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കണം. വായു സംബന്ധമായിട്ട് സ്ഥിരമായിട്ടുള്ള അൾസറും അസിഡിറ്റിയും അങ്ങനത്തെ അസ്വസ്ഥതകളും ഉണ്ടെങ്കിൽ വായുനാറ്റം ഉണ്ടാവാം. അത് പരിഹരിക്കുന്നതിനുള്ള ചികിത്സ നടത്തണം. ചികിത്സ നടത്തിയാൽ ഇൻഷാ അല്ലാഹ് വായുനാറ്റവും മാറും. അതുപോലെ കിഡ്നി രോഗങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. ലിവറിന്റെ അസുഖങ്ങളുണ്ടെങ്കിൽ അതും പരിഹരിക്കണം. ഒരുപാട് ആൾക്കാർക്ക് ഈ വിയർപ്പിന്റെ നാറ്റത്തെ കുറിച്ചുകൂടി ഈ ആഴ്ച പറയണമെന്ന് വിചാരിച്ചിരുന്നു. അത് ഞാൻ അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ്. വിയർപ്പ്, ചില ആൾക്കാർക്ക് കയ്യിൽ വിയർപ്പ്, ശരീരത്തിൽ മൊത്തത്തിൽ വിയർപ്പ് കൂടുതലുള്ള ആൾക്കാരുണ്ടാവാറുണ്ട്.
അതുപോലെ വിയർപ്പ് പെട്ടെന്ന് തന്നെ ഒറ്റ ദിവസം ഡ്രസ്സ് ഇടുമ്പോഴേക്കും നാറ്റം വന്ന് ഡ്രസ്സ് മാറ്റേണ്ട ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് ഈ ആഴ്ച സംസാരിക്കുന്നില്ല, അടുത്ത ആഴ്ച പറയാം. അപ്പോൾ കൂടുതലായിട്ട് ഈ ലിവർ സംബന്ധമായിട്ടുള്ള ലിവറിന്റെ ഉഷ്ണം കൂടുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകളുണ്ട്, അതുകൊണ്ടും വിഷയങ്ങളുണ്ടാവാം. പക്ഷെ ആ വിഷയം അടുത്ത ആഴ്ച വിശദമായി സംസാരിക്കാം. തൽക്കാലം ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ ബാഡ് ബ്രീത്ത് ചുരുക്കി പറഞ്ഞതാണ്. സൗണ്ട് കൂടുതൽ കുറവാണോ? സൗണ്ട് കൂടുതൽ കുറവുണ്ടോ? പക്ഷെ അത് അടുത്ത ആഴ്ച ഒക്കെ ഒന്നുകൂടി സെറ്റായിട്ട് വരാം എന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ മറ്റു കഴിഞ്ഞ ആഴ്ച സംസാരിച്ച പിന്നെ ഓൺലൈനായിട്ട് എന്ത് ചോദ്യം ചോദിക്കാനും ഉത്തരം കൊടുക്കാനൊക്കെയുള്ള ഒരു സൗകര്യം, അത് നമ്മൾ ഈ ആഴ്ച അതിന്റെ ലോഞ്ചിങ് ഉണ്ടാവും, നിങ്ങളെല്ലാവരെയും അറിയിക്കും. 2-ാം തീയതി മർക്കസ് സിനാനി ഹോസ്പിറ്റലിൽ വെച്ച് ഒരു പ്രോഗ്രാം കൂടി നടക്കുന്നുണ്ട്, അത് നിങ്ങളെ പിന്നീട് അറിയിക്കും ഇൻഷാ അല്ലാഹ്. നമ്മുടെ അബൂസിനുവിന്റെ ഉമ്മയുപ്പയും ഇവിടെ ഉണ്ട്. പിന്നെ അവരുടെ അസുഖം പ്രത്യേകിച്ച് ഗൗരവമുള്ള അസുഖമൊന്നുമില്ല, മറിച്ച് ചെറിയ കരിപ്പും കടിച്ചിലൊക്കെയാണ്. ഒരാഴ്ചയായിട്ട് ചികിത്സയിലാണ്. അൽഹംദുലില്ലാഹ് ഇപ്പൊ ഏകദേശം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ദ്വാരക്കുക. പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല. ഇന്നലെ നാട്ടിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മറ്റന്നാളെ പോവാ എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞത് സാദിഖ് ഹസനിന്റെ ക്ലാസ് മിസ്സാകും എന്നതാണ്. അപ്പോൾ എല്ലാവരും ക്ലാസ് റൂമുമായിട്ടും അല്ലാത്ത തന്നെ നാട്ടിൽ നടക്കുന്ന ക്ലാസ്സാണെന്ന് തോന്നുന്നു. ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന നല്ല ദീനി ഫാമിലിയാണ് അൽഹംദുലില്ലാഹ്. അതുപോലെ ഇങ്ങനെ ഒരു ചികിത്സ കൊടുക്കുന്നവര് നമ്മുടെ റിയാദിലുള്ള ഡോക്ടർ സലാം, അദ്ദേഹം നാട്ടിലെത്തിയപ്പോൾ ഉമ്മനെ കൊണ്ട് ഇവിടെ നിർത്തിയിട്ട് ഒരാഴ്ച ചികിത്സ കൊടുത്തിട്ട് പിന്നെ അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു, നമ്മുടെ എനിക്ക് ഉമ്മക്ക് ഇപ്പൊ ഈ പ്രായമുള്ള സമയത്ത് കൊടുക്കാനുള്ള നല്ലൊരു ഗിഫ്റ്റാണ് ഇത്. യഥാർത്ഥത്തില് ഈ നമ്മുടെ പ്രായമുള്ള അല്ലെങ്കിൽ ഒരു 55-60 കഴിഞ്ഞ നമ്മുടെ ഉമ്മമാരും ഉപ്പമാരെയും ഇവിടെ തന്നെ ആണെന്നില്ല, എവിടെയെങ്കിലുമൊക്കെ പോയി കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒരാഴ്ചത്തെ ഒരു റിഫ്രഷ്മെന്റ് ട്രീറ്റ്മെന്റ്, അവരുടെ ശരീരത്തിന് റെസ്റ്റ് കൊടുത്തുകൊണ്ട് നല്ലൊരു വീഴ്ചയൊക്കെ കൊടുത്തുകൊണ്ട് മനസ്സിനും ശരീരത്തിനൊക്കെ റാഹത്ത് കിട്ടുന്ന നല്ലൊരു ചികിത്സ കൊടുക്കാൻ, അതിന് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഗിഫ്റ്റാണ് എന്ന് സലാം സാർ അന്ന് പറഞ്ഞത് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. ഞാൻ ഇവിടുത്തെ ബിസിനസ്സിന് വേണ്ടി പറയുകയല്ല. അപ്പോ എവിടെയായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് മർക്കസാകുമ്പോൾ നമുക്ക് നിസ്കരിക്കാനൊക്കെ മർക്കസിന്റെ പള്ളിയിലൊക്കെ പോവാം എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് മുസ്ലിമിന്റെ പാരന്റ്സിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. ഓക്കെ, അബൂസിനെ അങ്ങനെ തീരുമാനിച്ചതാണ് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അപ്പോ ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. അടുത്ത ആഴ്ച ടൈമിന് വരാം. ഈ ആഴ്ച എല്ലാ ടൈമും തെറ്റി ഒക്കെ ഡിസോർഡർ ആയതാണ്. എല്ലാവരോടും ദുആ വസിയത്തോടു കൂടി ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, ഹിജാമയുടെ തിയേറ്റർ, ഹിജാമക്കായിട്ട് മാത്രം ഒരു തിയേറ്റർ, ഹിജാമ ഒരുപാട് പ്രാവശ്യം ചർച്ച ചെയ്ത വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചികിത്സയാണ്. അത് നടത്തുന്ന ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഹിജാമ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ മർക്കസ് സിനാനി ഹോസ്പിറ്റലിലാണ്. ഇന്ന് രാവിലെ എൻ്റെ അടുത്ത് ഒരു പേഷ്യന്റ് വന്നപ്പോൾ, രോഗി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ ഉസ്താദിന്റെ വലിയൊരു കറാമത്ത് തന്നെയാണെന്ന് പറഞ്ഞു. കാരണം പല സുന്നത്തുകളും അത് രണ്ടാമത് ജീവിപ്പിക്കാൻ കഴിയുക എന്നത് വലിയ ഒരു തൗഫീഖ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു. അതിനൊക്കെ ഒരു കാരണക്കാരാവാനും അതൊക്കെ പിന്നിൽ നിൽക്കാനും നമുക്ക് സാധിച്ചു. അൽഹംദുലില്ലാഹ്, അത്രേ ഞങ്ങൾ മനസ്സിലാക്കുന്നുള്ളൂ. അപ്പൊ അതുപോലെ ഈ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹിജാമ നടന്നുകൊണ്ടിരിക്കുന്ന സെന്റർ മർക്കസ് സിനാനി ഹോസ്പിറ്റലാണ്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഹിജാമ സെന്റർ വന്നുകൊണ്ടിരിക്കുന്നു. പലരും ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോൾ ഈ കുറഞ്ഞ കാലഘട്ടങ്ങളിൽ 5000-ഓളം വരുന്ന
ആൾക്കാർ ഇവിടെ വെച്ച് മാത്രം ഇജാമ നടത്തിപ്പോയി. പലപ്പോഴും ബുക്കിംഗ് കൂടിയിട്ട് ഞങ്ങൾക്ക് ബുക്കിംഗ് കൊടുക്കാൻ കഴിയാറില്ല, അത്രയും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇജാമ എല്ലാ സൗകര്യമുള്ള തിയേറ്റർ ഈ ആഴ്ച അതിൻ്റെ പ്രവർത്തനം തുടങ്ങുകയാണ്. ഈ കഴിഞ്ഞ ആഴ്ച മദീനയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഗസ്റ്റ് ഇവിടെ അടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു പ്രധാനപ്പെട്ട ഒരു അറബി ഷെയ്ഖും കൂടിയാണ്. വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം പോകുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഒരു ഓപ്പണിംഗ് നടത്തി അദ്ദേഹം പോയിട്ടുണ്ട്. 2-ാം തീയതി വ്യാഴാഴ്ച, അടുത്ത വ്യാഴാഴ്ച അതിൻ്റെ പുതിയായിട്ടുള്ള ഒരു ഓപ്പണിംഗ് പരിപാടി, അതിൻ്റെ ഒരു ക്യാമ്പയിൻ കൂടി നടത്തുന്നുണ്ട്. എല്ലാവരെയും, നാട്ടിലുള്ള എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, സൗണ്ട് കൂട്ടുന്ന വിഷയം ഇൻഷാല്ലാ അത് സെറ്റിംഗ്സിൽ അടുത്ത ആഴ്ച ക്ലിയർ ആക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ദുആ വസിയത്തോടു കൂടി അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.